നമസ്കാരം. ഇടുക്കി എം.പി. ഡീൻ കുര്യാക്കോസ് നമ്മുടെ നാട്ടിൽ ഏറെ പ്രശസ്തനാണ്. കെ.എസ്.യുവിലൂടെ വളർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി, പിന്നീട് ഇടുക്കിയുടെ ജനപ്രതിനിധിയായി പാർലമെന്റിലേക്ക് പോയിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസും കെ.എസ്.യുവും തമ്മിലുള്ള പ്ലീഡർ നിയമന വിവാദത്തിലേക്ക്, ശരിക്കു പറഞ്ഞാൽ മുഖ്യമന്ത്രിയും കെ.എസ്.യുവും തമ്മിലുള്ള ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ ഇടുക്കി എം.പി. ഡീൻ കുര്യാക്കോസിൻ്റെ ഒരു റോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ റോൾ പുറത്തു വന്നതിന് കാരണം ജിയോണ എന്നുള്ള ഒരു SFI നേതാവ് കേരള ഗവൺമെൻറ് ലോ കോളേജിൽ തിരുവനന്തപുരത്ത് SFIയുടെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു എന്ന് പറയുന്നു. ജിയോണ എന്ന് പറയുന്ന നേതാവ് എങ്ങനെയാണ് ഗവൺമെൻറ് പ്ലീഡർമാരുടെ പട്ടികയിൽ വന്നത് എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോഴുള്ള വിവാദം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, KSUവിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അലോഷ്യസ് സേവ്യർ ആണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. ഈ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ KSUവിനെതിരെ നടത്തിയ ഒരു പരാമർശം, അതായത് KSU ലോ കോളേജ് യൂണിറ്റ് ആണോ ഗവൺമെൻറ് പ്ലീഡർമാരെ നിശ്ചയിക്കുന്നത് എന്നുള്ള ആ ഒരു പരാമർശം, അതിനെ തുടർന്നാണ് ഈ വിവാദം കത്തിപ്പടർന്നത്. വീണ്ടും സതീശനെതിരെ പ്രസ്താവനയും ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് അലോഷ്യസ് സേവ്യർ രംഗത്ത് വന്നതോടെ വിവാദം കൊഴുക്കുകയും ചെയ്തു. ആരാണ് ഈ മറ്റു പാർട്ടികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വക്കീലന്മാരായിട്ടുള്ള നേതാക്കളെ ഗവൺമെൻറ് പ്ലീഡർ പട്ടികയിലേക്ക് അല്ലെ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് എന്നതിനെ ചൊല്ലിയാണ് വിവാദം കനത്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഒരു MP ആണ് ഇതിലൊരാളെ, അതായത് മുൻ SFIക്കാരിയെ സ്പോൺസർ ചെയ്തിരിക്കുന്ന, അല്ല SFIക്കാരിയുടെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു MP ആണ് എന്നൊരു വിവരം ഇതിനിടെ പുറത്തു വന്നു. അത് ഏത് MP ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ ഒരു പ്രോഗ്രാമിനിടെ അലോഷ്യസ് സേവ്യറും VD സതീശനും കണ്ടുമുട്ടാൻ ഇടയായത്. സത്യത്തിൽ അലോഷ്യസ് സേവ്യർ ആ പരിപാടിക്ക് എത്തിയത് പോലും മുഖ്യമന്ത്രിയെ കണ്ട് തനിക്കുള്ള വിഷയങ്ങൾ, തൻ്റെ പ്രശ്നങ്ങൾ പറയുന്നതിനും അത് പരിഹരിക്കുന്നതിനും വേണ്ടിയായിരുന്നു. എന്നാൽ VD സതീശനാകട്ടെ അദ്ദേഹത്തെ കണ്ട ഭാവം നടിക്കാതെ വളരെ യാദൃച്ഛികമെന്നോണം കടന്നു പോവുകയാണ് ഉണ്ടായത്. അലോഷ്യസ് സേവ്യർ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് സതീശനെ കാത്തുന്നത്. എന്നാൽ സതീശൻ ആ പുഞ്ചിരി കാണാത്ത മട്ടിൽ മുഖത്ത് ഗൗരവം നിറച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ആ ഒരു വാർത്താ സമ്മേളനം, അതാണ് ശരിക്കും ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് ഈ വിഷയത്തെ വലിച്ചു കൊണ്ടുപോയത്. രണ്ട് ചേരി രൂപപ്പെട്ട് കഴിഞ്ഞു. KSUവിന് വേണ്ടി ഒരു ചേരിയും VD സതീശന് വേണ്ടി മറ്റൊരു ചേരിയും. KSUവിന് വേണ്ടിയുള്ള ചേരിക്ക് KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പാണ് പിന്നിലുള്ളത് എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അലോഷ്യസ് സേവ്യർ പറഞ്ഞത്, കാര്യം പറയുമ്പോൾ അതിനെ ഗ്രൂപ്പ് വക്താക്കളാക്കി മാറ്റി ചിത്രീകരിച്ച് കാര്യത്തിൻ്റെ ഗൗരവം ചോർത്തിക്കളയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടലിൻ്റെ പാതയിൽ നിന്ന് പിന്നോക്കം പോകാൻ തയ്യാറല്ല എന്നാണ് അലോഷ്യസ് സേവ്യർ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ മുൻ മന്ത്രിയും മുൻ MLA ഒക്കെ ആയിട്ടുള്ള K ബാബുവിൻ്റെ ഒരു പ്രസ്താവന വരുന്നു. അതായത് ഈ SFIക്കാരിയായിട്ടുള്ള ഗവൺമെൻറ് പ്ലീഡറുടെ നിയമനത്തിന് പിന്നിൽ ഒരു യുവ MP ആണ് എന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അത് ഷാഫി പറമ്പിലാണോ? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, അത് ഷാഫി പറമ്പിലോ ഹൈബി ഈഡനോ അല്ല എന്ന് പറയുന്നു. അദ്ദേഹം ഈ മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞതിന് പിന്നാലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് രംഗത്തെത്തുകയാണ്. K ബാബു പറഞ്ഞ ആ യുവ MP താനാണ് എന്ന് ഡീൻ കുര്യാക്കോസ് പറയുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം കുറച്ച് ന്യായവാദങ്ങൾ നിരത്തി. ആ ന്യായവാദങ്ങളെ നമ്മൾ ഇഴകീറി പരിശോധിച്ചാൽ ഈ ഡീൻ കുര്യാക്കോസ് പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല എന്നുള്ളത് മനസ്സിലാകും. കാരണം അദ്ദേഹം പറയുന്നത്, ഈ ജിയോണ എന്ന് പറയുന്ന ഈ ഗവൺമെൻറ് പ്ലീഡറുടെ ഈ പ്ലീഡറാക്കാൻ വേണ്ടി ഈ വക്കീലിനെ ശുപാർശ ചെയ്തത് താൻ തന്നെയാണ്. അതിന് കാരണം അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ അംഗമാണ് എന്നുള്ളതാണ്. എന്നു മുതൽ അംഗമാണ് എന്നും ഡീൻ കുര്യാക്കോസ് പറയുന്നുണ്ട്. 2022 മുതലാണ് അവർ അംഗമായിരിക്കുന്നത്. ഈ 2022 അവർ അംഗമാകുന്നത് നിങ്ങൾ ഓർക്കണം, അത് പിണറായി വിജയൻ്റെ സകല പ്രതാപത്തിലും അദ്ദേഹം നിൽക്കുന്ന സമയത്താണത്രേ ഈ ഇപ്പോൾ ഗവൺമെൻറ് പ്ലീഡറായിട്ടുള്ള ഈ പെൺകുട്ടി അല്ലെ ഈ യുവതി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലേക്ക് എത്തുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ഡീൻ കുര്യാക്കോസ് ഒരു കാര്യം മറന്നുപോയി. വെറും 4 വർഷമേ ആയിട്ടുള്ളൂ അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു ന്യായവാദം, സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുത്തില്ലേ എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നിട്ട്
ചുരുങ്ങിയ നാളെ ആയിട്ടുള്ളൂ BJP വിട്ട് വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുക, അദ്ദേഹം തൃക്കരിപ്പൂരിൽ നിന്ന് MLA ആവുകയും ചെയ്തു. വളരെ വിചിത്രമായ ഒരു ന്യായവാദമാണ് ഇതിനകത്ത് ഡീൻ കുര്യാക്കോസ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. കാരണം സന്ദീപ് വാര്യർ വന്നത് BJPയിൽ നിന്ന് വന്നു, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു, ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസം വരെ അനുഷ്ഠിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്ത സീറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. തൃക്കരിപ്പൂർ CPMന്റെ കുത്തക സീറ്റായിട്ടുള്ള തൃക്കരിപ്പൂരാണ് കൊടുക്കുന്നത്. ആ സീറ്റിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇപ്പോൾ ഈ പിണറായി സർക്കാരിനെതിരെ കേരളത്തിൽ നിലനിന്നിട്ടുള്ള ആ ഒരു തരംഗം മാത്രവുമല്ല, ഒരു ജനപ്രതിനിധിയാകാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പാർട്ടി, ഇന്നലെ BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസ് പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയാക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. അവിടെ ജനമാണ് തീരുമാനിക്കുന്നത് സന്ദീപ് വാര്യർ MLA ആകണോ വേണ്ടയോ, അയാൾ കോൺഗ്രസിലേക്ക് ഇപ്പോൾ വന്നയാളായതുകൊണ്ട് അയാളെ MLA ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ്സുകാരടങ്ങിയ ഇവിടുത്തെ ജനമാണ്. അപ്പോൾ അതിന് ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധിപ്പിക്കുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല എന്ന് ആദ്യമേ പറയട്ടെ. ഇനി മറ്റൊന്ന്, 2022 ഈ പറയുന്ന യുവ അഭിഭാഷക കോൺഗ്രസിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലേക്ക് വരുന്നത്. അതിന് മുൻപ് അവരാരായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ ഇവിടെ SFIയുടെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു. ഇവിടെ KSU യൂണിറ്റ് ഭാരവാഹികൾക്കെതിരെ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ആളായിരുന്നു. അപ്പോൾ ഡീൻ കുര്യാക്കോസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ 4 വർഷം കൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർക്ക് ഗവൺമെൻറ് പ്ലീഡർ സ്ഥാനം താലത്തിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഡീൻ കുര്യാക്കോസ് ഇവിടെ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇതിനൊക്കെ വളരെ മുമ്പേ കോൺഗ്രസ് ആയിട്ട് ജനിച്ച് KSU ആയിട്ട് വളർന്ന് യൂത്ത് കോൺഗ്രസ് ആയി മാറിയ നിരവധി ചെറുപ്പക്കാർ ഇവിടെ അഭിഭാഷക വേഷവും ഇട്ട് നടക്കുന്നുണ്ട്. അവരെ ആരെയും ഈ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യാതെ ഈ 4 വർഷത്തിനുള്ളിൽ വന്ന, അതിനു മുമ്പ് SFIയുടെ കട്ട മാർക്സിസ്റ്റ് പാർട്ടിക്കാരിയായിരുന്ന ഒരാളെ എങ്ങനെ ഈ കോൺഗ്രസിന് വേണ്ടി അല്ലെ കോൺഗ്രസിൻ്റെ GP ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനാണ് ഡീൻ കുര്യാക്കോസ് മറുപടി പറയുന്നത്. അതിനുശേഷം ഡീൻ കുര്യാക്കോസ് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം എങ്ങനെയാണ് MP ആയത്, അദ്ദേഹം എങ്ങനെയാണ് KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയായത്, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. ഡീൻ കുര്യാക്കോസ് പ്രോപ്പർ ചാനലിലൂടെ വന്ന MP ആയ ആളാണ്. ഇടുക്കിയിൽ PT തോമസിൻ്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കാവുന്ന യുവ നേതാവ് കൂടിയാണ് ഡീൻ. അപ്പോൾ അദ്ദേഹം പറയുന്നതിനൊന്നും ആ ഒരു കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അദ്ദേഹം ശുപാർശ ചെയ്ത ആ ഒരു വിഷയത്തിൽ അദ്ദേഹം കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് അവർ ശുപാർശ ചെയ്തത്? ഈ ഒരു വിഷയമാണ് സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഈ ഭരണത്തെ, VD സതീശൻ്റെ ഭരണത്തെ വലിയൊരു കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. VD സതീശനെ വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. KSU എന്തായാലും പിന്മാറില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. VD സതീശനും അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനിടെ ഇന്നലെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് പിന്തുണയുമായിട്ട് VM സുധീരൻ വന്നു. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. ഒരു കാരണവശാലും തളരരുത്, പോരാട്ട വീര്യം തുടരണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയം പ്രതിപക്ഷവും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതിനിടയിലാണ് ഒരു MP ഏറ്റുപറച്ചിൽ. ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം കൂടിയുണ്ട്. ഇത്രയും ദിവസമായി ഈ വിഷയം കത്തി നിൽക്കുമ്പോൾ, ഒരു MP പേര് പരാമർശിക്കപ്പെടുമ്പോൾ, ഒരു MP എന്ന സൂചന പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് ഡീൻ കുര്യാക്കോസ് ഇതുവരെ മിണ്ടാതിരുന്നു? ഇന്നലെ ബാബു ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം സൂചന നൽകി, അതായത് ക്ലൂ തന്നു. ആ ക്ലൂവിൽ 3 യുവ MPമാരാണ് ആകെ കേരളത്തിൽ നിന്ന് കോൺഗ്രസിനുള്ളത്. അതിൽ മറ്റവർ 2 അല്ല എന്ന് ബാബു പറയുമ്പോൾ പിന്നെ അണ്ടർസ്റ്റുഡാണ് ഇത് ഡീൻ കുര്യാക്കോസ് ആണെന്ന്. അദ്ദേഹം അപ്പോൾ മാത്രമാണ് താനാണ് ഈ യുവ അഭിഭാഷകയെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അല്ലെ തൻ്റെ ശുപാർശയിലാണ് വന്നിരിക്കുന്നത് എന്ന് തുറന്നു പറയാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. അത് ഒരു ആർജവുമായി നമ്മൾ കാണേണ്ടതേ ഇല്ല. പിടിക്കപ്പെട്ട ഒരാളിൻ്റെ കുറ്റസമ്മതമായി മാത്രം കണ്ടാൽ മതി. ഡീൻ കുര്യാക്കോസ് നിരത്തിയിരിക്കുന്ന ഈ വാദഗതികൾ ഒന്നും തന്നെ കോൺഗ്രസ് പാർട്ടിയെയോ KSU പ്രവർത്തകരെയോ സംബന്ധിച്ച് അംഗീകരിക്കത്തക്കതല്ല. അതുകൊണ്ട് തന്നെ ഡീൻ കുര്യാക്കോസ് ഇക്കാര്യത്തിൽ പുനർവിചിന്തനം നടത്തുക തന്നെയാണ് വേണ്ടത്.